പരിശുദ്ധ കന്യകാമറിയം പല കാലഘട്ടങ്ങളിലായി പലയിടങ്ങളിൽ അനവധി പ്രത്യക്ഷീകരണങ്ങൾ നടത്തിയത് കത്തോലിക്കർക്ക് പരിചിതമാണ്. എന്നാൽ ഏകദേശം 10 ലക്ഷത്തോളം മുസ്ലിമുകൾ ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുണ്ടായ പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ പ്രത്യക്ഷീകരണമാണ് 1968 മുതൽ 1971 കാലഘട്ടത്തിലായി ഈജിപ്തിലെ സീ ടൗണിൽ സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്നത്. കോപ്റ്റിക് ക്രൈസ്തവർ, സെക്യുലർ മാർക്സിസ്റ്റുകൾ, മുസ്ലിം മതവിശ്വാസികൾ ഉൾപ്പെടെ അതിന് സാക്ഷികളായത് ദശലക്ഷക്കണക്കിന് ആളുകളാണ്. ഇസ്ലാമിക മതമൗലികവാദത്തിന്റെ വികസന കാലഘട്ടത്തിൽ ഏകദേശം 10 ലക്ഷത്തോളം മുസ്ലിം മതവിശ്വാസികൾ ഇതിന് സാക്ഷികളായെന്നും അതുവഴി ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൂട്ടത്തോടെ മതപരിവർത്തനം നടന്നെന്നും രേഖകളിൽ പറയുന്നു. പരിസരമാക്കി സുഗന്ധം പടർത്തി പ്രകാശത്തിന്റെ പ്രഭാവമുള്ള കിരീടം ചൂടി പുഞ്ചിരിച്ചു നിന്ന കന്യകാമാതാവിന്റെ ആ നിശബ്ദ ദർശനം 1968 ഏപ്രിൽ 2 മുതൽ 1971 മെയ് 29 വരെ ആഴ്ചകളോളം ഉണ്ടാവുകയും അത് ദർശിക്കാനായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുകയും ചെയ്തിരുന്നു. 19 നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഹെറോദോസ് രാജാവിൽ നിന്ന് രക്ഷപ്പെടാനായി ഈജിപ്തിലേക്ക് തിരുക്കുടുംബം പലായനം ചെയ്തപ്പോൾ സീ ടൗണിലായിരുന്നു ആ യാത്ര അവസാനിച്ചിരുന്നതെന്നും അതിന്റെ ഓർമ്മയെന്നോണമാണ് ഈ പ്രത്യക്ഷീകരണം നടന്നതെന്നും അക്കാലത്തെ കത്തോലിക്ക പ്രതിനിധികൾ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട കഥ ആരംഭിക്കുന്നത് 1920-ലാണ്. സെന്റ് മേരീസ് ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം കോപ്റ്റിക് ക്രൈസ്തവനായ തൗഫീഖ് ഖലീൽ അബ്രഹാമിന്റേതായിരുന്നു. അവിടെ ഹോട്ടൽ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്ന തൗഫീഖിന് പിന്നീട് സ്വപ്നത്തിൽ മാതാവിന്റെ ദർശനം ഉണ്ടാവുകയും പരിശുദ്ധ അമ്മയോടുള്ള ബഹുമാനാർത്ഥം അവിടെ ഒരു ദേവാലയം പണിയണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെയെങ്കിൽ അവിടെ പരിശുദ്ധ മാതാവ് വലിയൊരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതായും പറയപ്പെടുന്നു. ദർശനങ്ങളുടെ ദൈർഘ്യവും സാക്ഷികളുടെ എണ്ണവും കൂടുതലായിരുന്നുവെങ്കിലും വാക്കാലുള്ള സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ വിശ്വാസികൾക്ക് നൽകിയിരുന്നില്ല. ചില സമയങ്ങളിൽ ഉണ്ണിയേശുവിനോടൊപ്പവും ചില സമയങ്ങളിൽ ഔസേപിതാവിനോടൊപ്പവും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പാരീസിൽ നടന്ന പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യക്ഷീകരണത്തെ തുടർന്ന് കാതറിൻ ലാബോർ രൂപകൽപ്പന ചെയ്ത മാതാവിന്റെ മെഡലിന് സമാനമായി പരിശുദ്ധ അമ്മയുടെ കൈകളിൽ നിന്ന് അസാധാരണമായ പ്രകാശം പുറപ്പെട്ടിരുന്നതായി കോപ്റ്റിക് വൈദികർ സാക്ഷ്യപ്പെടുത്തുന്നു.